കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് എന്റെ മെസ്സഞ്ചറിൽ എന്റെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകർ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കെ സുധാകരനോടൊന്ന് മിണ്ടാണ്ട് നിൽക്കാൻ പറയൂ എന്നാണ് ഇവർ എന്നോട് പറയുന്നത്. കെ സുധാകരൻ എന്ത് പറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത്? കെ സുധാകരന്റെ മനസ്സിനകത്ത് പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ കേരളത്തിനകത്തുള്ള മാപ്രകൾ പടച്ചു വിടുമ്പോൾ ആ കഥന്റെ പിറകെ പോയിട്ട് അതിന് മറുപടി പറയണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? സ്വാഭാവികമായിട്ട് കോൺഗ്രസിനകത്ത് വലിയ നേതൃത്വ നിരയുണ്ട്. അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒന്നാത്. നല്ല കഴിവിട്ട നേതാക്കന്മാരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് പല അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും വരും. അത് ആ തരത്തിലല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ തരത്തിലല്ലേ നമ്മളത് വിശ്വസിക്കേണ്ടത്? അല്ലാതെ ഈ ഇടതന്മാരും അന്തംകമ്മികളും അല്ലെങ്കിൽ സൈബർ സഖാക്കളും പടച്ചു വിടുന്ന കഥന്റെ പിറകെ പോയിട്ട് ഇത് ഒക്കെ ഞങ്ങളുടെ നേതാക്കന്മാരും കെ സുധാകരൻ പറഞ്ഞതാ എന്ന തരത്തിലേക്ക് നിങ്ങൾ ചിത്രീകരിക്കല്ല. അദ്ദേഹം എന്ത് പറഞ്ഞെന്നാ പറയുന്നത്? ഞാൻ ഈ പറയുന്നവരോടൊക്കെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോവാ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു വീഡിയോസ് നിങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് മറുപടി പറയാം. ഞങ്ങൾക്ക് പാർട്ടിയാണ് വരുന്നത്, അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയും ഇല്ല. പക്ഷെ അങ്ങനെയൊന്നും പറയാത്ത കാര്യത്തിന് ഏതർത്ഥത്തിലാണ് ഞാൻ മറുപടി പറയേണ്ടത്? എന്നിട്ട് കുറെ ആൾ എന്നോട് പറയും, നീ സുധാകരന്റെ ഗുണ്ടയാണ്, സുധാകരന്റെ അടിമയാണ്, സുധാകരന്റെ ചെരുപ്പ് എന്നൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കുകയല്ലേ. ഞാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നേതാവിന്റെ പിറകെ സഞ്ചരിച്ച് അവർക്ക് വേണ്ടി വാദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുപോവാ, അതിന്റെ വിത്ത് എവിഡൻസ് കൊണ്ടുപോവാ, ഞാൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാം. അല്ലാതെ ശൂന്യത്തിൽ നിന്നുണ്ടാക്കുന്ന കഥകൾക്കനുസരിച്ച് മറുപടി പറയുന്ന പ്രവണത എനിക്കില്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് വിമർശിക്കാനുണ്ടായ സാഹചര്യം എന്റെ മുമ്പിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതാ ഞാൻ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും വിമർശനത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മാന്യമായിട്ട് ചോദിക്കാലോ, എന്തിനാ അങ്ങനെ ഒരു വിമർശനം ഉണ്ടായതെന്ന്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറയും. അതിൽ തർക്കമൊന്നും വേണ്ട. അല്ലാതെ ശൂന്യത്തിൽ നിന്നുണ്ടാക്കുന്ന കഥകളെ ഏതെങ്കിലും നേതാവിന്റെ പേര് പടച്ചു വെച്ച് അതിന് മറുപടി പറയണമെന്ന് പറയുമ്പോ എന്നെ അതിന് കിട്ടത്തില്ല. ഞാൻ കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ നിൽക്കുന്നവനാ, നേതാവിന്റെ മുഖസൗന്ദര്യം കണ്ടിട്ട് കോൺഗ്രസ് ആയവനല്ല. അങ്ങനെ ചിന്തിക്കുകയും വേണ്ട നിങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ആ എത്ര മാത്രം തെറി വന്നാലും എന്തൊക്കെ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചാലും വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്റെ ബോധ്യത്തിലും എന്റെ ശരിയിലും നിന്നുകൊണ്ട് ഞാൻ ശബ്ദിക്കുകയും സംസാരിക്കുകയും ചെയ്യും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കാരണം അതെന്റെ രാജ്യം, എനിക്ക് തന്നെ ഫണ്ടമെന്റലി റൈറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ ലഹരിപ്പുറത്ത് പറയുന്നവനൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ചിന്തിക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാർ അൺപാർലമെന്റ് വാക്കുപയോഗിച്ചിട്ട് പോലും പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് എന്തേ അവർക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ പോകാൻ കഴിയാത്തത്? ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പല്ലേ കാസർകോടിന്റെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് കോൺഗ്രസിന്റെ തലപ്പത്ത് കുറെ ഫ്രോഡുകളുണ്ട്? ആരാ പറഞ്ഞത്? എന്തേ നിങ്ങൾക്ക് അതിനൊരു മറുപടി പറയാൻ കഴിയാത്തത്? എന്തേ PCC അധ്യക്ഷൻ അതിനൊരു മറുപടി പറയാൻ കഴിയാത്തത്? എന്തേ PCC അധ്യക്ഷൻ അദ്ദേഹത്തോട് പറയാഞ്ഞത്? അങ്ങനെ പറയാൻ പാടില്ല. അത്തരം ഒരു അഭിപ്രായമുണ്ടെങ്കിൽ പാർട്ടി ഫോറത്തിൽ പറയണം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അത് നിങ്ങൾ അപ്പൊ കെ സുധാകരൻ പറയാത്ത കാര്യത്തിന് മാധ്യമങ്ങൾ ഈ PCC അധ്യക്ഷന്റെ കയ്യിലൊക്കെ എടുത്തങ്ങ് പോകുമ്പോ അത് പാർട്ടി ഫോറത്തിൽ പറയണം, മറ്റവിടെ പറയണം, പബ്ലിക്കിൽ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 4 ദിവസം മുമ്പല്ലേ കോൺഗ്രസിന്റെ തലപ്പത്ത് ഫ്രോഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞത്? ഞാൻ മറ്റേ ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ട് അങ്ങ് വെളിപ്പെടുത്തി കളയെന്ന് പറഞ്ഞത്? ഇയാൾ എത്ര വട്ടമായി പാർട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത്? എത്ര വട്ടങ്ങളായി പാർട്ടിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നത്? ഇയാൾ കഴിഞ്ഞ കുറെ കാലങ്ങൾ തുടർച്ചയായിട്ട് ഞാനങ്ങ് പറഞ്ഞാൽ അവനങ്ങ് ഉണ്ടാവത്തില്ല, അവനങ്ങ് തൂക്കിലേറ്റി കളിയും എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ധൈര്യം ഉണ്ടെങ്കിൽ പറ. റിസൾട്ട് വരോ വരാതിരിക്കും, അത് വിശ്വസിച്ച് നിൽക്കട്ടെ. ആരാണ് ഫ്രോഡ് കോൺഗ്രസിന്റെ തലപ്പത്തിലുള്ളത്? അത് അയാളോട് പറയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം PCC അധ്യക്ഷനില്ലേ? എന്തേ അത് പറയിപ്പിക്കാത്തത്? അപ്പൊ ഇവിടെ പറയാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾ കഥകൾ ഉണ്ടാക്കിയിട്ട് മറുപടി പറയണം എന്ന് പറയുന്ന ആ വികാരത്തോടൊപ്പം നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ ഞാൻ ആരും അടിമത്തം പേറിയവനൊന്നുമല്ല. ഞാൻ കോൺഗ്രസും അല്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ഐഡിയോളജിയാണ് എന്റെ നിലപാട്, കോൺഗ്രസിന്റെ പ്രത്യശാസ്ത്രമാണ് എന്റെ നിലപാട്, നേതാക്കന്മാരല്ല. അങ്ങനെ എത്രയോ നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്ത് ഒക്കെ ഉണ്ടാക്കി ഒരു 2 ആയുഷ്കാലം മുഴുവനും അവരുടെ കുടുംബത്തിനടക്കം കരണ്ട് സുഖമായി ജീവിക്കാനുള്ള സമ്പത്തും മുതലും ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊരു പ്രസ്ഥാനം പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് മാറി നിൽക്കുക, നമുക്ക് മാറ്റിയൊന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ പോലും മാറി നിൽക്കാതെ പോറ്റി വളർത്തിയ പ്രസ്ഥാനത്തിന് മുണ്ടും പൊക്കി കാണിച്ചിട്ട് മറുകണ്ഠം ചാടിയിട്ട് ഈ പ്രസ്ഥാനത്തെ തെറി പറയുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അത്രയും എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പറ. ഞാൻ ഈ പാർട്ടിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റിയവനാണോ? അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ബന്ധം എനിക്കുണ്ടോ? നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഞാൻ വായടക്കാം. അല്ലാതെ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിയെ കൊന്നു തിന്നാൻ നടക്കുന്ന ഏത് വമ്പനായാലും അത് എന്റെ ബോധ്യം പറ്റി എന്റെ ശരിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കൂ. അല്ലാതെ മറ്റൊരാളുടെ ശരിയുടെ പക്ഷത്തൂടെ സഞ്ചരിച്ച് അവരുടെ ശരി എന്റെ ശരിയാക്കി മാറ്റി സംസാരിക്കുന്നവനല്ല ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എന്റെ പിറകിൽ സഞ്ചരിക്കുക. കെ സുധാകരൻ എങ്ങനെ പറഞ്ഞില്ലേ? കെ സുധാകരൻ ഇങ്ങനെ പറഞ്ഞില്ലേ? എന്താ നീ അത് പറയാത്തത്? നീ സുധാകരന്റെ അടിമയല്ലേ?
ഇങ്ങനെയൊക്കെ അങ്ങ് പറയും, അങ്ങ് വ്യാഖ്യാനിക്കുക, കഥകൾ ഉണ്ടാക്കുക. ഞാൻ ചോദിക്കും, ഞാൻ എല്ലാ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും കൃത്യമായിട്ട് വീക്ഷിക്കുന്ന വ്യക്തിയാ. ഞാൻ പൊളിറ്റിക്കലായിട്ട് ഒരു വിദ്യാർത്ഥിയാ. അപ്പൊ സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോ അങ്ങനെയില്ല. മാധ്യമങ്ങളാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ കാലത്ത് തന്നെ മാധ്യമങ്ങൾ പോയി കെ സുധാകരൻ കാര്യങ്ങൾ ചോദിക്കുമ്പോ അദ്ദേഹം അളന്നു മുറിച്ച മറുപടി പറയും. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെ പോലെ കണക്കൂട്ടണം നിങ്ങൾ കെ സുധാകരനാ. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി എടുത്ത എഫേർട്ടുകൾ 3 പ്രാവശ്യം അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി CPM-ന്റെ കാബാലിക കൂട്ടങ്ങൾ വന്ന് എടുത്ത വ്യക്തി അദ്ദേഹം. മരണത്തെ മുഖാമുഖം കണ്ട് പോരാട്ടം നടത്തിയ വ്യക്തി അദ്ദേഹം. അത്തരം ഒരു അനുഭവം കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ തെളിവ് വിത്ത് എവിഡൻസ് അടക്കം. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിന് വിചാരങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ. അത്തരം ഘട്ടങ്ങളിൽ ചില സാഹചര്യത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹം മോശക്കാരനാണ്, അദ്ദേഹം ഈ പാർട്ടിന്റെ അന്തകനാണ്, അദ്ദേഹത്തിന് വായടക്കി നിൽക്കാൻ വേണ്ടി പറ എന്നൊക്കെ പറയുമ്പോ കണ്ണൂരെ കോൺഗ്രസിന്റെ ഹിസ്റ്ററിയും ചരിത്രങ്ങളും നിങ്ങൾക്കറിയാഞ്ഞതിന്റെ പേരിലാ. മനസ്സിലായ? ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാനാടാ കോൺഗ്രസുകാരൻ എന്ന് പറയേണ്ട ആർജവത്തിലേക്ക് പ്രവർത്തകരെ കൊണ്ടുവന്ന നേതാവാ കെ സുധാകരൻ. മറ്റാരുമല്ല. അനുഭവങ്ങളല്ലേ ഗുരു. അനുഭവ പാഠത്തിൽ നിന്നും തീച്ചുടലിൽ നിന്നും കൂടെ ഞങ്ങൾ സംസാരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണോ? അല്ലാതെ എല്ലാവരും ഒരേ ക്ലാസ്സിലോട്ട് തൂക്കാൻ കഴിയത്തൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അത് മാധ്യമങ്ങളൊരു സൃഷ്ടിയാ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അഭിമാനിക്കുക വേണ്ട. കാരണം എന്താ, ഞങ്ങൾക്ക് വലിയ ശക്തമായ ഒരു നേതൃത്വ നിര തന്നെ ഉണ്ട് ഞങ്ങൾക്ക്. അതിൽ അഭിമാനിക്കല്ലേ വേണ്ട. അല്ലാതെ CPM-നെ പോലെ ഏകപക്ഷീയമായിട്ട് ഏകാധിപത്യം നടപ്പാക്കുന്ന ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചു പോകുന്ന പ്രസ്ഥാനമല്ലല്ലോ ഇത്. മറ്റേതെങ്കിലും പാർട്ടികളെ പോലെ BJP-യെ പോലെ അങ്ങനെയാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജി. അല്ല, ഞങ്ങൾക്ക് 1ാം നിരയുണ്ട്, 2ാം നിരയുണ്ട്, 3ാം നിരയുണ്ട്. ഇങ്ങനെ ഒരു സംവിധാനമുള്ള ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് മറ്റേതാണുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നേരെയും ആക്ഷേപങ്ങൾ വരും. ഇവർ കെട്ടുകഥകൾ ഉണ്ടാക്കും. ആ കഥകൾക്ക് പുറകെ എല്ലാം ഞങ്ങൾ പോകേണ്ടത്. കഴിഞ്ഞ 35 വർഷമായില്ലേ മാധ്യമങ്ങൾ ഞങ്ങളെ തേടാൻ തുടങ്ങിയിട്ട്, ദേശീയ തലത്തിലായാലും സ്റ്റേറ്റിലായാലും ഇല്ലേ? അത് നിങ്ങൾക്കറിയില്ലേ? അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ ആ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കുക വേണ്ടത്. അല്ലാതെ നേതാക്കന്മാർ പറയാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് അവരൊരു കെട്ടുകഥയുണ്ടാക്കി ശൂന്യത്തിൽ ചില കടങ്കഥകൾ പഠിച്ച് ഇന്ന ഏതെങ്കിലും ഒരാളെ വേറെങ്ങ് വെക്കുമ്പോ അത് അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹത്തെ നിലക്ക് നിർത്തിച്ചൂടെ, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പൊക്കോട്ടെ, അദ്ദേഹത്തിനെ കൊണ്ട് എന്താ കഴിയുക എന്നൊക്കെ ചോദിക്കുന്ന ആ ബാലിശമായ ചോദ്യങ്ങൾ അങ്ങ് മാറ്റിവെക്കുക. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ, റിയാലിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ ഇന്ന് ഞാനൊരു കമന്റ് കണ്ട് ഞാൻ അത് പറയാൻ പോലും പറ്റും, അത്രമാത്രം അൺപാർലമെന്റ് ഇതാ. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിക്കണ്ടേ ആ കമന്റ് ഇട്ട വ്യക്തി? അദ്ദേഹവും KC വേണുഗോപാലിന്റെയും കെ സുധാകരന്റെയും ഒരു പോസ്റ്റ് ഫേസ്ബുക്കില് അതിനടിയിൽ കോൺഗ്രസ്സുകാരനാന്ന് പറയുന്നവനാ ഇട്ട കമന്റ്. എന്നിട്ട് ഇത്രക്കാർ വന്നിട്ട് എനിക്ക് ക്ലാസ് എടുക്കും. ഞാൻ അങ്ങനെ അൺപാർലമെന്റ് വാക്കൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്ത ചാകൂച്ചിലമായ പോരാട്ടങ്ങൾ എല്ലാവരും നമുക്ക് ഒരേ ഘട്ടത്തിൽ കണക്കൂട്ടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിന് എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും ഒരു നേതാവിന് CPM-മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അക്രമങ്ങൾ നാളെ ഇന്ന് വരെ നേരിട്ടിട്ടുണ്ടോ? നേരെ പറഞ്ഞ കെ സുധാകരൻ എങ്ങനെയാ? പേരാവൂർ വെച്ച് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചില്ലേ? മട്ടന്നൂർ വെച്ചിട്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചില്ലേ? മേലെ ചൊവ്വക്ക് വെച്ചിട്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചില്ലേ? അദ്ദേഹത്തിന് അതിനൊക്കെ മരണത്തെ മുഖാമുഖം കണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു വന്ന വ്യക്തി അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയല്ല ഇത്തരം ആക്രമണങ്ങൾ നേരിട്ടത്, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാ. അപ്പൊ ആ പ്രസ്ഥാനത്തിന് വേണ്ടി അത്തരം പോരാട്ടങ്ങൾ നടത്തിയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിക്ക് ചില സമയങ്ങൾ വികാരപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ തരത്തിലല്ലേ നമ്മൾ കണക്കൂട്ടേണ്ടത്? അല്ലാതെ അൺപാർലമെന്റ് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ് അത്രമാത്രം മ്ലേച്ഛമായ കമന്റ് ഞങ്ങളിട്ടോ, ഞങ്ങൾ പറഞ്ഞോ? പക്ഷെ അദ്ദേഹത്തിനൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിക്കണ്ടേ? അദ്ദേഹത്തിന് എന്തൊക്കെ കളവുകളാ പറഞ്ഞത്. ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ അദ്ദേഹം ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ BJP പോകുന്നു അദ്ദേഹം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ മുൻഭാഗങ്ങളും പിൻഭാഗങ്ങളും ആരും കേൾക്കുന്നില്ല. അരമണിക്കൂർ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗത്ത് ജോണി ലൂക്കോസിന്റെ ഒരു ചോദ്യത്തിന് അദ്ദേഹം നട്ടല് വളക്കാതെ നട്ടല് നിവർത്തിക്കൊണ്ട് പറഞ്ഞ മറുപടിയാ. ആ മറുപടിന്റെ ഒരു 30 സെക്കൻഡുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നാടായ നാട് മുഴുവൻ പ്രചരിപ്പിക്കുമ്പോ അതിനകത്ത് കുറെ കോൺഗ്രസ് എന്ന് പറയുന്നവരും അത് ശരിയാ, അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ? എടാ, എല്ലാവരും ഒരേ തരത്തിലല്ല മറുപടി കൊടുക്കുക.
ഈ താലാട്ടുപാട്ടുപാടിയിട്ട് മറുപടി കൊടുക്കുന്ന നിലപാടല്ല അദ്ദേഹത്തിന്റെ. അത് മനസ്സിലാക്കിക്കോ. ഇക്കയിപ്പെടുന്ന മറുപടി അദ്ദേഹം കൊടുക്കത്തൊന്നുമില്ല എതിരാളികൾക്ക്. ആരടാ നിൽക്കുമ്പോ ഞാനടാ എന്ന് പറയുന്ന രാഷ്ട്രീയ ധീരതയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം. ഓർക്കണം നിങ്ങൾ. പിന്നെ ഒരു ഘട്ടത്തിൽ വേറെന്താ ഒരു പ്രചാരണം നടത്തി സാഗക്ക് കാവല് നിന്നില്ലേ? സാഗക്ക് എങ്ങനെയാ അദ്ദേഹം ആ പറയുന്ന കാലഘട്ടത്തിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ വിവരിച്ചു വരുന്ന കാലഘട്ട. ആ അക്രമ രാഷ്ട്രീയത്തിന് CPM-ന് സംഘടനാ കോൺഗ്രസിൽ 967 കാലഘട്ടത്തിലുള്ള അവസ്ഥ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സംഘടനാ കോൺഗ്രസിൽ നിൽക്കുന്ന കാലഘട്ടം, സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞ ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടായ കാലത്ത്, ആ കാലത്ത് തന്നെ CPM-ന്റെ അക്രമങ്ങൾ കണ്ണൂർ ഉണ്ടായ അവസ്ഥ വിവരിക്കുമ്പോഴാണ് അദ്ദേഹം അതങ്ങ് പറഞ്ഞു വരുന്നത്. അപ്പൊ അന്ന് RSSന്റെ ശാഖയൊന്നും അല്ലാത്. ശാഖ എന്ന് പറഞ്ഞാൽ RSSന്റെ കുത്തകയാ. RSS എപ്പം വളർന്നു വന്നത്? അദ്ദേഹം 967 കാലഘട്ടത്തിൽ ശാഖ എന്ന് പറഞ്ഞാൽ എന്താ അതുപോലും മനസ്സിലാക്കാതെ അതിനടർത്തി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞുള്ള പച്ചക്കളവ് CPM-ഉം എതിരാളികളും പ്രചരിപ്പിക്കുമ്പോ ഒരു പറ്റം കോൺഗ്രസിന്റെവരും കോൺഗ്രസിന്റെ പ്രവർത്തകരും അത് ഏറ്റുപിടിക്കുക. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനാ? അപ്പൊ ഞാനിപ്പോ ഇത് പറയേണ്ട സാഹചര്യം ഉണ്ടായത് ഒരുപാട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അങ്ങനെയല്ല, ഇതാണ് അതിന്റെ ശരി എന്ന് വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോസ് ആയത്. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു, ഒരു ഘട്ടത്തിലും പോലെ